ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ വളരെ നല്ലൊരാളാണ്, പക്ഷെ എനിക്ക് കിട്ടുന്ന പാർട്ട്നേഴ്സൊക്കെ വളരെ മോശമാണ്. ഞാൻ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ചീത്ത റിലേഷൻഷിപ്സിലേക്ക് മാത്രമാണ് വീഴുന്നത്. എനിക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഡോക്ടർ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. എന്താണ് ഈ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അതിനെ വിളിക്കാം ഒരു എംപത്തറ്റിക് സോർട്ട് ഓഫ് പീപ്പിൾ. വളരെയധികം എംപതി ഉള്ള ആൾക്കാർ, ദി എംപത്സ്. അവരുടെ ഒരു നല്ല കാര്യവും ഒരു ചീത്ത കാര്യവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെല്ലാവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രശ്നങ്ങളായിട്ട് മനസ്സിലാക്കും. അവരാരെയും ജഡ്ജ് ചെയ്യാറില്ല. ദി ഗ്രേറ്റ് ലിസണേഴ്സ്. അവർ സ്വന്തം കാര്യം ചിലപ്പോൾ മറന്ന് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഇസ് നീഡഡ് ഫോർ എ നാർസിസിസ്റ്റ്. ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിന് ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പത്തിൽ പറ്റും. അങ്ങനെ പറ്റുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ എല്ലാം അവരുടെ മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അവരുടെ എക്സ്ട്രീം എംപതി കാരണം അവരിൽ സെൽഫ് ബ്ലെയിമും സെൽഫ് ഗിൽട്ടും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞാലും അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ളൊരു പേടി കാരണം അവരവരുടെ പാർട്ട്ണറിനെ ഒരിക്കലും വിടില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരുടെ പാർട്ട്ണറെ ഫിക്സ് ചെയ്യാനുള്ള അവരുടെ എക്സ്പ്ലനേഷൻ ഒക്കെ കേൾക്കുമ്പോൾ അവരെത്രമാത്രം ആ റിലേഷൻഷിപ്പിൽ ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് പലപ്പോഴും സൈക്കാട്രിസ്റ്റുകളായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സെൻസ് ഓഫ് എംപതി ഇസ് ടൂ മച്ച് ദാറ്റ് it can make anybody manipulate them and they become very naive. ചക്രവ്യൂഹത്തിലൊക്കെ പെട്ടതുപോലെ ഒരു നാർസിസിസ്റ്റിന്റെ കൺട്രോളിൽ അവർ എന്നേക്കുമായിട്ട് അകപ്പെടും. പിന്നീട് പുറത്തുനിന്ന് ഒരാൾ എന്ത് വന്ന് പറഞ്ഞാലും അവർക്കത് മനസ്സിലാക്കാനായിട്ട് വളരെയധികം ടൈം എടുക്കും. ആൻഡ് വൺസ് ദേ ടേക്ക് എ സ്റ്റാൻഡ്, ദേ വിൽ അഗെയിൻ ഫോൾ ഇൻ ടു ദ ക്രിറ്റിസിസം ഓഫ് ദെയർ ഓൺ മൈൻഡ് ദാറ്റ് ഒരു ചാൻസും കൂടെ കൊടുക്കായിരുന്നു, ഒരു ചാൻസും കൂടെ കൊടുത്താൽ ചിലപ്പോൾ ശരിയായേനെ. പിന്നെ സൊസൈറ്റൽ പ്രഷേഴ്സ് അറിയാമല്ലോ, തിരിച്ച് ഒരു വ്യക്തിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രശ്നം. ആ ചക്രവ്യൂഹത്തിലൊക്കെ പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല. നമുക്ക് എന്ത് അസുഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമ്മളത് റിസോൾവ് ചെയ്യാൻ നോക്കുന്നത് പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണം ഉണ്ടാവുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രി